നമ്മൾ സൂം ആപ്ലിക്കേഷനിൽ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള സൗകര്യം കൂടി സൂം ആപ്ലിക്കേഷൻ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം ആവശ്യങ്ങൾക്കെല്ലാം എല്ലാവരും സൂം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു പെട്ടെന്ന്, അതായത് വാട്സപ്പ് എന്നുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, വാട്സപ്പാണ് എല്ലാവരുടെ കയ്യിലും എപ്പോഴും നമുക്കറിയാം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അതിലൂടെ തന്നെ ഇതേപോലെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് വല്ല ഡോക്യുമെൻ്റോ ഒക്കെ ഷെയർ ചെയ്ത് കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചർ വാട്സപ്പിൽ തന്നെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ മെസ്സേജ് അയക്കാനുള്ള സംവിധാനം വാട്സപ്പിലുണ്ട്. ആ ആരും അറിയപ്പെടാതെ കിടക്കുന്ന 2 ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യം സംസാരിക്കുന്നത് വാട്സപ്പിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ വോയിസ് മെസ്സേജ് അയക്കുന്ന പോലെ നമ്മൾ അയക്കുന്ന പോലെ നമുക്ക് വീഡിയോ മെസ്സേജ് അയക്കാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ എല്ലായിടത്തിലും എനേബിൾ ആയിട്ടുണ്ടാവില്ല. ആദ്യം എനേബിൾ ചെയ്യാൻ വേണ്ടി വാട്സപ്പിൻ്റെ റൈറ്റിൽ മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ടാവും. ആ സെറ്റിങ്സിൽ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഇൻസ്റ്റൻറ്റ് വീഡിയോ മെസ്സേജ് ഓഫായി കിടക്കുകയാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഫീച്ചർ അവൈലബിൾ ആവുക. ഓക്കെ, ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു മൈക്കിൻ്റെ ഐക്കണുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ക്യാമറ ബട്ടൺ പ്രസ് ആവുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്ന പോലെ സ്പോട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരാളോട് സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുമ്പോൾ ഒരുപാട് MB നമുക്ക് ചിലവ് വരും, പെട്ടെന്ന് മെസ്സേജ് പോവില്ല. പക്ഷേ ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്ത് അയക്കാൻ പറ്റും. മെസ്സേജ് MB വളരെ കുറവാണ്. അപ്പോൾ അതൊരു ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ, വാട്സപ്പിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. ഇത് 2 വാട്സപ്പിലുണ്ട്. ബിസിനസ് വാട്സപ്പിലുണ്ട്, ബീറ്റ വെർഷനിൽ വാട്സപ്പിലും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സൂം ആപ്ലിക്കേഷനിലെല്ലാം നമ്മൾ കൂടുതൽ ആ ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ആ സ്ക്രീൻ ഷെയറിങ് പോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ആരെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആ ഒരു സ്ക്രീൻ ഷെയർ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു വ്യക്തിക്ക് നമ്മളെന്ത് ചെയ്യുക, കോൾ ചെയ്ത് കഴിഞ്ഞാൽ, കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഫോണും വളരെ അടുത്തായതുകൊണ്ടാണ് ആ സൗണ്ട് വന്നത്. ഇങ്ങനെ കോൾ കണക്റ്റ് ആയതിനു ശേഷം ആ ഒരു സ്ക്രീൻ ഷെയർ ബട്ടൺ ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നമ്മളെ സ്ക്രീൻ അവരുടെ ലഭ്യമാവും. പിന്നീട് നമുക്ക് വാട്സപ്പിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാലും നമുക്കത് അവർക്ക് എന്താണോ അവർ കൂടിയിരുന്നിട്ട് നമുക്ക് സിനിമ കാണാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാൻ പറ്റും. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇത് നല്ലൊരു ഫീച്ചറാണ് വാട്സപ്പിലുള്ളത്. എല്ലാവരും